ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 138 പോയിൻറ്റും S&P 17 പോയിൻറ്റും നസ്ഡാക്ക് 98 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവായിട്ട് ഏകദേശം 53 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം ഇന്ത്യൻ മാർക്കറ്റിൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ കഴിഞ്ഞ 3 ദിവസത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ 3ഉം ഇൻസൈഡ് ക്യാൻഡിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ അകത്താണ്, വ്യാഴാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഓപ്പണിങ്ങും ക്ലോസും ഇന്നലെ വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്യാണ്. ഏകദേശം ഈ ഒരു 25,000 തൊട്ട് താഴെ 24,982 പിന്നെ 24,700 ഇടയ്ക്കാണ് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഈ ആഴ്ച തന്നെ ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. ഈ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ 25,000 മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 26 മുകളിലോട്ടൊക്കെ മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുകളിലൊരു ഹയർ ഹൈ ഫോം ചെയ്തേക്കും. താഴോട്ടാണെന്നുണ്ടെങ്കിൽ 24,630 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഇന്ന് 24 താഴോട്ടുള്ള ലെവൽസിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഈ ഒരു ലോ 24,720 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിന് താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. 24,630 വരേക്കും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് 24,830 മുകളിലോട്ട് ഒരു 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് മിക്കവാറും 24,830 ആ ഒരു റേഞ്ചിലാകാൻ സാധ്യതയുണ്ട്. നോക്കുക, മുകളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. ടാർഗറ്റ് വന്നിട്ട് വലിയ ടാർഗറ്റിലോട്ട് പോകുന്നില്ല. ഇന്നലത്തെ ആ ഒരു റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് 24,870 ചെറിയ ടാർഗറ്റാണ്, 40 പോയിൻറ്റിൻ്റെ. ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,870 ബ്രേക്കൗട്ട് കിട്ടിയാൽ ചിലപ്പോൾ ഈ ഒരു ഹൈ വരയ്ക്കും കയറി പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 930-940 ലെവലിലോട്ട് മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പം ഈ ഒരു ലെവല് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടൊരു ഷോർട്ട് കവറിങ് റാലി പ്രതീക്ഷിക്കാം. താഴോട്ട് ഈ ഒരു ലെവൽ 24,720 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടണം. ഇതിനിടയ്ക്ക് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തേക്കാം. അപ്പം ഇവിടെ നിന്ന് ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ എങ്ങോട്ടെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുന്നവരേക്കും ശ്രദ്ധിക്കുക. താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മതി. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഈ 2 ലെവലും ബ്രേക്കൗട്ട് കിട്ടണം. ഇന്നലെ മാർക്കറ്റ് ഒരു കൺസോൾഡേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. അവിടെ ചിലപ്പോൾ സുഖമായിട്ട് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട്, ഈ ഒരു സോൺ ഫുള്ളായിട്ട് മുകളിലോട്ട് പെട്ടെന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഇന്നലത്തെ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഏകദേശം 2,170 കോടിക്ക് FAS സ്റ്റോക്ക് സെല് ചെയ്തിട്ടുണ്ട്. DAS 3,014 കോടിക്ക് ബൈയിങ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇന്നലെ FAS 2.86 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. കോൾ ഓപ്ഷൻ 7,637 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സ് സ്ട്രോങ് സെല്ലിംഗ് തന്നെയാണ്. FAS പ്രോയും 1.33 ലാക്ക് ക്വാണ്ടിറ്റി കോൾ പുട്ട് ഓപ്ഷനും
പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 8,927 കോടി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഫ്യൂച്ചേഴ്സ് ബൈയിങ് തന്നെയാണ്. ക്ലൈൻറ്റും ഫ്യൂച്ചേഴ്സ് സ്ട്രോങ് ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ 4.56 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. മാർക്കറ്റ് ചിലപ്പോൾ രണ്ട് സൈഡിലോട്ടും മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ട് സൈഡിലോട്ടും ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി എക്സ്പയറി ആണ്. CPR നാരോ CPR-ഉമാണ്. ഫസ്റ്റ് ഹാഫ് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 24,736 ഇത് ഇന്നലത്തെ ലെവൽസാണ്. ലൈവ് മാർക്കറ്റിൽ വരച്ചിട്ടുള്ള ലെവൽസ്. ഓക്കെ, CPR വരുന്നത് 24,788 തൊട്ട് 24,818 വരെയാണ്. ഏകദേശം 30 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കും മിക്കവാറും ഇന്ന്. രണ്ട് സൈഡിലോട്ടും മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. താഴത്തെ ലെവൽസ് 24,736, 74,722. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് വേറെ ലെവൽസ് വരച്ചിട്ടില്ല. ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 24,736 24,722 സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് മുകളിലോട്ടുള്ള ലെവൽസ് വരുന്നത് 24,819, 24,803. തൊട്ടടുത്ത് വരുന്നത് 24,856, 24,847. ഈ രണ്ട് ലെവൽസും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,937, 24,951 നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഏകദേശം 100 പോയിൻ്റ് ടാർഗറ്റ് ഉണ്ട്. ഈ രണ്ട് സോണും ഒരുമിച്ച് നമുക്ക് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സോണും ഓക്കെ 24,819 മുതൽ 24,856 വരയ്ക്കും ഇന്നലെ കൺസോൾഡേറ്റ് ചെയ്ത ഏരിയ ആണ്. അപ്പം ഇത് രണ്ട് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,950 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.